ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞവരും അച്ചമ്മയോട് പറയുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇത് കേട്ട് അച്ചമ്മ ഞെട്ടിപ്പോവുകയും വിഷമിക്കുകയും ചെയ്യുന്നു. ശേഷം മധുസൂദനന്റെ മകളെയാണ് ശ്രീകാന്ത് വിവാഹം കഴിച്ചതെന്നും ശ്രീകാന്തിന്റെ വിവാഹത്തെ തുടർന്ന് രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തതും രവീന്ദ്രൻ അറ്റാക്ക് വന്നതുമെല്ലാം രേവതി പറയുന്നത് കേട്ട് അച്ചമ്മ സങ്കടപ്പെട്ട് കരയുകയും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് അച്ചമ്മ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ രേവതിക്ക് ടെൻഷനാകുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന അച്ചമ്മയെ കണ്ട് ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ഈ വീട്ടിൽ നടന്നെല്ലാം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്ന് ചോദിച്ച് അച്ചമ്മ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും എൻ്റെ മകൻ അറ്റാക്ക് വരാൻ കാരണക്കാരി നീയാണെന്നും പറയുന്നു. ശേഷം അച്ചമ്മയുടെ അടുത്തെത്തുന്ന ശ്രീകാന്തിനോടും അച്ചമ്മ പൊട്ടിത്തെറിക്കുന്നു. തുടർന്ന് അവിടെ എത്തുന്ന രേവതിയോടും ശ്രുതിയോടും ഈ വീട്ടിൽ നടന്ന വിവരങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്ന് ചോദിച്ച് അച്ചമ്മ ദേഷ്യപ്പെടുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനെ കണ്ട് അച്ചമ്മയ്ക്ക് സങ്കടമാവുകയും നിനക്ക് എന്തു പറ്റി മോനെ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ശേഷം എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അച്ചമ്മേനെ ആശ്വസിപ്പിക്കുന്നു. ശേഷം അച്ചമ്മയോട് രവീന്ദ്രൻ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു. തുടർന്ന് എല്ലാം നിന്റെ നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്നും എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കെട്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും അച്ചമ്മ ചന്ദ്രമതിയോട് പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന വശയെ രവീന്ദ്രൻ അച്ചമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തുടർന്ന് വശയുടെ പെരുമാറ്റവും സംസാരവും അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതോടെ മോൾക്ക് ജോലിക്ക് പോവേണ്ടതെന്നും പോയി കുളിക്കാനും പറഞ്ഞ് ചന്ദ്രമതി വശേനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. തുടർന്ന് നിനക്ക് പറ്റിയ മരുമകളാണെന്ന് പറഞ്ഞ് അച്ചമ്മ ചന്ദ്രമതിയെ കളിയാക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചിയെ അച്ചമ്മ തല്ലുകയും രവി ഹോസ്പിറ്റലിലാണെന്ന് നീ എന്താണ് എന്നെ അറിയിക്കാഞ്ഞതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് രേവതിയാണ് എന്നോടെല്ലാം പറഞ്ഞതെന്ന് അച്ചമ്മ പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോവുകയും ആ കൈനോട്ടക്കാരി പറഞ്ഞതെല്ലാം സച്ചി ഓർക്കുകയും ചെയ്യുന്നു. പിന്നീട് മുറിയിലെത്തുന്ന രേവതിയോട് സച്ചി ദേഷ്യപ്പെടുകയും രേവതിയുടെ വാ തോർത്തുകൊണ്ട് കെട്ടി ഇനി നീ മിണ്ടരുതെന്നും പറയുന്നു. ശേഷം അച്ചമ്മ വിളിച്ചതും ശ്രീകാന്തിന്റെ വിവാഹാലോചനയെ പറ്റി പറഞ്ഞതും അച്ചമ്മ അവരെയും കൂട്ടി ഇവിടേക്ക് വന്നിരുന്നുവെങ്കിൽ അച്ചമ്മ അപമാനിക്കപ്പെടുമായിരുന്നുവെന്നും അതൊഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അച്ചമ്മയുടെ സത്യങ്ങളെല്ലാം പറഞ്ഞതെന്നും രേവതി പറയുന്നതോടെ സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നു. തുടർന്ന് അച്ചമ്മ എന്നെ തല്ലിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നും ഇനി ഞാൻ അച്ചമ്മയോട് മിണ്ടില്ലെന്നും പറയുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.